വളരെ രുചികരമായ ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടൊന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കൂ. ഈ ഉപ്പുമാവ് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും, അത്രത്തോളം ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നമ്മളിത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത റവയാണ് കേട്ടോ. ഇനി ചീനിച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നെയ്യിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഉപ്പുമാവ്. ഇനി ഇതിലേക്ക് കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കടലപ്പരിപ്പും അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും ഞാൻ 1/2 സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കണം. ഉഴുന്നുപരിപ്പ് നമ്മൾ പൊതുവേ ചേർക്കും, പക്ഷേ ഈ കടലപ്പരിപ്പും കൂടെ ചേർത്തൊന്ന് ഉപ്പുമാവ് ഉണ്ടാക്കും. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഈ കടലപ്പരിപ്പും ഒക്കെ ചേർത്ത് കഴിഞ്ഞ്. അതും ചേർത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്താണ് ഇതിനകത്തേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കുക. ആ സമയമാകുമ്പോഴത്തേക്കും സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ സവാള കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. എല്ലാം കുറേശ്ശെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗ്രീൻ പീസാണ്. നല്ല ഫ്രഷ് ഗ്രീൻ പീസാണിത്. കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഇതിനകത്തേക്ക് ചേർക്കാം. ക്യാബേജ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ബീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ ഞാനിത് ഇത്രയും ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം. അതായത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അങ്ങനെ 2 മിനിറ്റ് അടച്ചു വെക്കുമ്പോഴാണ് ഈ വെജിറ്റബിളൊന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അധികം വേവൊന്നുമുള്ള വെജിറ്റബിളില്ല. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. അപ്പോൾ റവ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷമല്ലേ റവ ചേർക്കുന്നത്. പക്ഷേ റവ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയിലേക്ക് ചേർക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര കൂടെ ഇതിനകത്ത് ഉറപ്പായിട്ടും ചേർക്കുക. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അതായത് നമ്മൾ ഈ ഉപ്പുമാവിന് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ആദ്യം ഉപ്പ് ചേർക്കുമ്പം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട. അപ്പോൾ ഞാനൊരല്പം ഉപ്പാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം നാരങ്ങ നീരാണ് കേട്ടോ. ഒരു അരമുറി നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട്, അപ്പോൾ നാരങ്ങ നീരൊന്നും ഒരുപാട് ചേർക്കണ്ട കേട്ടോ. ഇനി നമ്മൾ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇനിയാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. അത് ഞാൻ 2 കപ്പ് തിളച്ച വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് തിളച്ച വെള്ളം തന്നെ ചേർക്കണം കേട്ടോ. ഇനി ഈ ഉപ്പുമാവ് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് വെന്ത് നല്ലവണ്ണം സോഫ്റ്റായിട്ട് വരും. ആ സമയം ആകുമ്പോഴാണ് ഈ ഉപ്പുമാവിനൊരു ടേസ്റ്റ്. അതുപോലെ തന്നെ ഒന്ന് കുഴഞ്ഞിരിക്കത്തക്ക വിധത്തിലാണ് ഞാൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സമയത്ത് തീ വളരെ കുറച്ച് വെച്ച് വേണം ഇത് വെള്ളം വറ്റിച്ച് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഒരു പാലുപ്പുമാവിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ അതൊന്ന് കയറി കാണണം കേട്ടോ. അപ്പോൾ ഇതിനൊരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് കൂട്ടുകാർ ഉപ്പുമാവ് ഉണ്ടാക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കും.